Good morning to all. Please mark your attendance. Who is talking there? ഇന്നലെ പറയുന്നുണ്ടായിരുന്നല്ലോ ഞാൻ മേടിക്കാന്ന്. ഓക്കെ, മാസല്ലേ നമുക്കിപ്പം ജോയലെ ഒരു പ്രാവശ്യം മാത്രം പ്രസൻറ്റ് അടിച്ചാൽ മതി കേട്ടോ. ഒരുപാട് തവണയാകുമ്പം മിസ്സുമാർക്ക് അത് നിങ്ങളുടെ പേര് നോട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് തരുമ്പോഴത്തേക്ക് ലേറ്റ് ആയി പോകും. ഒരു തവണ അടിച്ചാൽ മതി. ക്ലിയർ? ലെറ്റ് us start. Then what we can do to find hours into minutes? How we can convert hours into minutes? Alan B. Sampson, can you say how we can convert hours into minutes? Alan? Alan B. How can we find, or what are the procedures we have to do to convert hours into minutes? Hoursനെ മിനിറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? Alan P. I am asking to you. One second. ഒച്ചപ്പാട് കാരണം മ്യൂട്ടാക്കി വിടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അൺമ്യൂട്ട് ഓപ്ഷൻ ആക്കി തന്നേക്കായിരുന്നു. കുറേ ശബ്ദങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്, അന്നേരം പിന്നെ അത് ഓക്കെ. മക്കളെ കയ്യാലയുടെ അരി കൂടെ ഒന്ന് നടന്നേ. അലൻ പി എവിടെ പോയി? അലൻ, ഇറ്റ് ഇസ് യുവർ ടേൺ. ഹൗ ക്യാൻ ബി അൺമ്യൂട്ട് ചെയ്തേ? എവിടെ പോകുന്നു അലൻ? ഒരുപാട് സമയം പോകുന്നു ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുമ്പം. എന്താണ് ചെയ്യേണ്ടത്? അവേഴ്സിനെ മിനിറ്റിലേക്ക് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? സഫ അൺമ്യൂട്ട് ചെയ്തേ. Where is Safa? Okay, say the answer. Hours. 1 hour is equal to 1 hour is equal to 60 minutes. Okay, then good. How can we convert hours into minutes? How can we convert hours into minutes? അതല്ലേ മിസ് 5 തവണ വെച്ച് എഴുതാൻ മക്കളോട് പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ ആലോചിച്ചിരിക്കണം, 5 പ്രാവശ്യം വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ അത് എഴുതിയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അത് ബൈഹാർട്ട് ആവില്ലായിരുന്നോ? ഇനി ഇപ്പം പ്രോബ്ലംസ് നമ്മളെങ്ങനെ ചെയ്യുക നിങ്ങൾക്കറിയില്ലെങ്കിൽ? ഓക്കെ, ജോമലും ജോയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഗുഡ്. അലൻ മാത്യുവിന് അറിയാം. ഓക്കെ, നമ്മുടെ അലൻ ബി സാംസനെ നേരത്തെ അൺമ്യൂട്ട് ചെയ്തേ. അലൻ അൺമ്യൂട്ട് ചെയ്തേ. Yes, miss. Yes, miss. How can we convert hours into minutes? Hours into minute. ബുക്കിൽ നോക്കിയിട്ടല്ല, ബുക്കിൽ നോക്കാതെ പറയണം. ഇന്നലെ മിസ് ഓരോന്നും 5 തവണ വെച്ച് എഴുതാൻ പറഞ്ഞിരുന്നു. എഴുതി പഠിച്ച കുട്ടികൾ ബുക്കിൽ നോക്കണ്ട. അലൻ എഴുതിയോ 5 തവണ? Yes. എന്നിട്ട് എന്താ ഇപ്പം പറയാൻ പറ്റാതെ? പിന്നെ എന്തുകൊണ്ട് പഠിച്ചില്ല? മിസ് പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ, ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കണക്ക് പഠിക്കും? ഒരു സൂം ക്ലാസ് കഴിയും, അത് വിട്ടു, അത് ഓഫ് ചെയ്തു, പിന്നെ അടുത്ത ക്ലാസ്സിൽ അതുപോലെ ഇനി കയറി വരും അല്ലേ? പ്രീവിയസ് പീരീഡിൽ എന്താ പഠിച്ചത്, എന്താ നിങ്ങൾ ചെയ്യേണ്ടതൊന്നും. ഞാൻ മിസ് ഇന്നലെ പറഞ്ഞു, സൂം ഓഫ് ചെയ്ത ഉടനെ ഇറങ്ങിപ്പോകരുത്, അവിടെ നിന്ന് ചെയ്യാൻ പറഞ്ഞിരുന്നു. എത്ര പേര് ചെയ്തു? അലൻ ചെയ്തിരുന്നോ? ഷഹമാവി ചെയ്തിരുന്നത്. ഗുഡ്. പിന്നെ നിങ്ങൾ എങ്ങനെ ഇനി മുമ്പോട്ടുള്ള ക്ലാസ്സിൽ പഠിക്കും? ഇനി എപ്പം മിസ് എങ്ങനെ ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? മിസ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ
മിസ്സ് പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്യാത്തപ്പോൾ എങ്ങനെയാണ് മിസ്സ് മുമ്പോട്ട് പോകുന്നത് ഇനി? ഓക്കെ, ദെൻ യെസ്റ്റർഡേ വി ലേൺ അബൌട്ട് കൺവേർട്ടിംഗ് സെക്കൻഡ് ഇൻറ്റു മിനിറ്റ്സ് അല്ലേ? സെക്കൻഡ് ഇൻറ്റു minutes. So what are the procedures or what are the steps we have to do convert second into minutes? സെക്കൻഡിനെ മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് പ്രൊസീജിയറാണ് ചെയ്തത്? ഡിവൈഡ് ദ നമ്പർ ഓഫ് സെക്കൻഡ്സ് ബൈ 60 ആണല്ലേ? ഡിവൈഡ് ദ നമ്പർ ഓഫ് സെക്കൻഡ്സ് ബൈ 60. 60യെ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഡിവിഷൻ പഠിച്ചോ എല്ലാവർക്കും? 60യെ കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ? ഡിവിഷൻ ഒരു 10 കണക്ക് ഡിവിഷൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞതിൽ ഒരെണ്ണമെങ്കിലും ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? മിസ് പറഞ്ഞിരുന്നല്ലോ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഓരോ പ്രോബ്ലംസിൻ്റെ, അതായത് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നിവ കാരണങ്ങളെ 10 പ്രോബ്ലംസ് വെച്ച് ചെയ്യണമെന്ന്. അതിൽ ഒരെണ്ണമെങ്കിലും ചെയ്ത കുട്ടികൾ എത്ര പേരുണ്ട്? ബെനീറ്റ, ഗുഡ്. ഓക്കെ, ജൂലിയറ്റ് ചെയ്തു. ഓക്കെ, ദെൻ തീർത്ത ചെയ്തോ? പിന്നെ എന്ത് പഠിക്കാൻ എൻ്റെ മക്കളെ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്? മിസ് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഓക്കെ, ദെൻ ഡു ഇറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർഷൻ ഓഫ് ഡേയ്സ്, വീക്ക്, മന്ത്സ് ആണല്ലേ? അതിൽ നമ്മൾ ചെയ്തു. അടുത്തത് 124 ഡേയ്സിനെ നമുക്ക് എന്തായിട്ട് മാറ്റണം? മന്ത്സ് ആൻഡ് ഡേയ്സ് ആക്കി മാറ്റണം അല്ലേ? Okay, how we can convert 124 days in months and days? So we can write that like this. എന്താണ് 124 divided by 124 divided by അതിൻ്റെ ഡിവിഷൻ്റെ സൈൻ എടുക്കാൻ വേണ്ടി മിസ് നോക്കുന്ന കിട്ടുന്നില്ല. ഓക്കെ, സോ നമുക്ക് തൽക്കാലം സ്ലാഷ് തന്നെ ഉപയോഗിക്കാം. 124 ഡിവൈഡഡ് ബൈ 30 അല്ലേ? 30. ദെൻ ഹൗ ക്യാൻ വി ഡിവൈഡ് ദിസ്? 124നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതിനെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അതിൻ്റെ കോഷ്യൻ്റ് 4 ആയിട്ട് കിട്ടും, റിമൈൻഡർ 4 ആയിട്ട് കിട്ടും അല്ലേ? 100 മിസ് ഇപ്പം നിങ്ങൾ ലിങ്കിൽ കയറുന്നുണ്ട്. ഇനി നിങ്ങൾ ആരും സ്ക്രീനിൽ ടച്ച് ചെയ്യല്ലേ, ടച്ച് ചെയ്താൽ വരും കേട്ടല്ലോ. ഓക്കെ, വിച്ച് നമ്പർ? 124 divided by which number? 30. Okay, so how can we divide this? We know 1 is
smaller than 30, so we can take it. Next 12. 12 is also smaller than 30, so we cannot take this. And so we have to take 3 digits together, that is 130 and 24. Then how can we, or by which number, if we multiply this 30 with, by which number we will get the answer 224? എത്ര കിട്ടുക? 1 30s are 30, 2 30s are 60 അല്ലേ? അപ്പോൾ 3 3 9 അല്ലേ? 4 3 12 വരുമല്ലേ? 4 into 3 12 വരും. നമുക്കപ്പോൾ 4 ചെയ്ത് നോക്കാം. 4 into 3 12 വരും. ദാറ്റ് ഈസ് 4 into 3 12ഉം പിന്നെ അതിൻ്റെ 0യും അല്ലേ? 140 സബ്സ്ട്രാക്ഷൻ. സോ ആൻസർ ഈസ് 4 അല്ലേ? അപ്പം കോഷ്യൻ്റ് ഈസ് 4 ആൻഡ് റിമൈൻഡർ ഈസ് ഓൾസോ 4. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് 4 months and 4 days. Okay, 4 months and 4 days. Clear? 124നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോഷ്യൻ്റ് 4ഉം റിമൈൻഡർ 4ഉം കിട്ടി. കോഷ്യൻ്റ് നമ്മൾ മന്താക്കി എടുത്തു, ഇതിനെ ഡിവിഷനാക്കി എടുത്തു. ഓക്കെ, ഞാൻ മൈക്ക് ക്ലിയർ ചെയ്യട്ടെ? സ്പീഡിൽ എഴുതിയെടുത്തോ. ഓക്കെ, ക്ലിയർ ചെയ്യട്ടെ? ദെൻ എക്സാമ്പിൾ 10 നോക്കിക്കേ. കൺവേർട്ട് 640 ഡേയ്സ് ഇൻറ്റു മന്ത്സ് ആൻഡ് ഡേയ്സ്, ഇയേഴ്സ്, മന്ത്സ് ആൻഡ് ഡേയ്സ്. കൺവേർട്ട് 640 ഡേയ്സ് ഇൻറ്റു എന്താണ്? മന്ത്സും ഡേറ്റുമായിട്ട് ആദ്യം കൺവേർട്ട് ചെയ്യണം, ഇയേഴ്സും മന്തും ഡേയ്സും ആക്കിയിട്ട് പിന്നെയും കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ഹൗ ക്യാൻ വി ഡു ദിറ്റ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 640 ഡിവൈഡഡ് ബൈ 30 months അല്ലേ? മന്ത്സ് ആയിട്ടല്ലേ നമുക്ക് മാറ്റണ്ടേ? സോ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 21 കോഷ്യൻ്റ് ആയിട്ടും റിമൈൻഡർ 10 ആയിട്ടും കിട്ടും. സോ നമുക്ക് കോഷ്യൻറ്റിനെ മന്ത്സ് ആക്കി എടുക്കാം, റിമൈൻഡറിനെ എന്താണ്? ഡേയ്സ് ആക്കി എടുക്കാം. സോ 21 months ആൻഡ് 10 days എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾക്ക് എന്ത് വേണം? അടുത്തത് ഇയേഴ്സും എന്താക്കി മാറ്റണം? നെക്സ്റ്റ് വൺ ഇയേഴ്സ്, മന്ത്സ് ആൻഡ് ഡേയ്സ്. സോ 460 ഡിവൈഡഡ് ബൈ 365 ഇയേഴ്സ്. അത്രയും വരുമ്പോൾ ഒരു വർഷം അല്ലേ? 365 കഴിയുമ്പോൾ ഇയേഴ്സ് വരും. അപ്പോൾ സോ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് 1ഉം ഡേയ്സും കിട്ടും. അതായത് 1 year 275 days എന്ന് കിട്ടും. ആരാണ്? സിദ്ധാന്ത്. ഡോണ്ട് ടച്ച് ദ സ്ക്രീൻ. സ്ക്രീനെ ടച്ച് ചെയ്യല്ലേ മക്കളെ? സ്ക്രീൻ ഓൺ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. മിസ് മൊബൈലിലേക്ക് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ഫുൾ. ഓക്കെ, സോ ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് 275നെ പിന്നെ 30 days അല്ലേ ഒരു മാസം വരിക? സോ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മക്കൾ ആ എക്സാമ്പിൾ നോക്കി എഴുതിക്കേ. എന്താ സിദ്ധാന്തേ? എന്തിനാ നമുക്ക് കൈ ഉയർത്തുന്നത്? മിസ്സിന് മോന് ഓപ്ഷൻ തരണമെങ്കിൽ ഈ മൊബൈലിലെ സ്ക്രീൻ ഷെയറും ഓഫ് ചെയ്യണം, പിന്നെ ഇതിലെല്ലാം ഓഫ് ചെയ്ത് വന്നാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് മോൻ എന്തെങ്കിലും ഡൗട്ട് ഉള്ളതൊന്ന് ക്വസ്റ്റ്യൻ്റെ അവിടെ നിന്ന് റൗണ്ട് ഇട്ട് വെക്ക്. അവസാനത്തെ 10 minute തരാം മിസ്സ്, ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. സോ നിങ്ങൾ ആ എക്സാമ്പിൾ നോട്ട് ബുക്കിലേക്ക് എഴുതുക. നമ്മുടെ ഓഫ്ലൈനിൽ വരുമ്പോൾ മിസ് ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യമേ തന്നെ നിങ്ങളെ ഞാൻ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷൻ സബ്സ്ട്രാക്ഷനും പഠിപ്പിക്കാൻ പോവാം. അതിന് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം. അതുവരെ തൽക്കാലം നമുക്ക് ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, okay, then finish. Please show me your thumb. Okay, good. Selna.
റിലു, എന്ത് പറ്റി ടോഷിനെ? ആകെ ഒരു അസ്വസ്ഥത. രാവിലെ എണീറ്റ് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സ്മാർട്ടായിട്ടിരിക്കണം ക്ലാസ്സിൽ കേട്ടോ എല്ലാവരും. നെക്സ്റ്റ് വൺ ഈസ് എക്സാമ്പിൾ 11. കൺവേർട്ട് 2 years 25 days into ഡേയ്സ്. കണ്ടോ, 2 വർഷവും 25 ദിവസവുമുണ്ട്. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഡേയ്സിലേക്ക് മാറ്റണം. എന്താണ്? 2 yearsഉം 25 ഡേയ്സുമാണ് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു ഓൺലി ഡേയ്സ്. ഡേയ്സ് മാത്രമാക്കി എഴുതണം. ഓക്കെ. ഷഹ്മാക്കെ, ഐ കാൺ സീ യു. വെർ ഈസ് യുവർ യൂണിഫോം? ഷഹ്മാക്കെ, look at me. Look at me. Where is your uniform? യൂണിഫോം ഇടാതെ ക്ലാസ്സിൽ കയറരുതെന്ന് പറഞ്ഞിട്ടില്ല മക്കളെ. എല്ലാവരും ഒരുപോലെ വേണ്ടേ? എന്തിനാ യൂണിഫോം തന്നിരിക്കുന്നത്? ചില കുട്ടികൾ യൂണിഫോമിൽ കയറുക, അല്ലാത്ത കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം കയറുക. അപ്പോൾ അനുസരിക്കുന്ന കുട്ടികൾ മോശമാവുകയാണോ ചെയ്യുന്നത്? എന്ത് എക്സ്ക്യൂസ് ഉണ്ടെങ്കിലും ഓക്കെ, ഒരു കാര്യം പറഞ്ഞാൽ അതൊരു കോമൺ ആയിട്ടുള്ള കാര്യം, അതനുസരിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ യൂണിഫോം ഇട്ട് കയറുന്ന കുട്ടികളെ നമ്മൾ എന്താണ് പറയുക, വെടികളാക്കുമല്ലേ ചെയ്യുന്നത് അനുസരിക്കുന്നവരെ. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. സോ ഓക്കെ, 2 years and 25 days അല്ലേ? അപ്പോൾ സോ വാട്ട് വി ക്യാൻ ഡു 2 into എത്രയാണ്? ഇയേഴ്സ് പറയുമ്പം 365 ഡേയ്സ് അല്ലേ? 65 ഡേയ്സ് പ്ലസ് അവിടെ ഓൾറെഡി എത്ര ഡേയ്സ് ഉണ്ട്? 25 ഡേയ്സ് ഉണ്ട് അവിടെ. 25 ഡേയ്സ് ഉണ്ട് അവിടെ. സോ 2 into 360 എത്രയാണ് വരിക? 365നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 365നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 2s are 10, remainder 1. 6 into 2 12, 12 plus 3 13, remainder 1. 2 into 3 6, 6 12, that is 730 days. Okay, 730 പ്ലസ് നമ്മുടെ ഓൾറെഡി 25 ഇവിടെ കിടപ്പുണ്ടല്ലേ? ഓൾറെഡി 25 ഇവിടെ കിടപ്പില്ലേ? ആ 25 ഇവിടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു 5 5 7 755 കിട്ടും. 755 കിട്ടും. ഓക്കെ, ക്ലിയർ? മിസ് വായിച്ചോട്ടെ? ആവണി എന്ത് പറ്റി? ഓക്കെ, മിസ് വരച്ചതാണ് മിസ്സിന് വായിക്കാൻ പറ്റുന്നത്, മറ്റുള്ളവർ വരയ്ക്കുന്നത് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സോ ഡോണ്ട് ബി ഡു ദാറ്റ്. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ 12. കണ്ടോ, കൺവേർട്ട് 5 months 14 days into days. മുഹമ്മദ് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന ആരാമനെ? കൺവേർട്ട് 5 months 14 days into days. 5 മാസവും 14 ദിവസവും തന്നിട്ടുണ്ട്. നമുക്കതിനെ ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഹൗ വി ക്യാൻ ഡു ദാറ്റ്?
വി നോ 5 months എന്ന് പറയുമ്പം 5 months എന്ന് പറയുമ്പം 5 into 30 days ആണല്ലേ. 5 into 30 days പ്ലസ് ഓൾറെഡി നമുക്ക് 14 days തന്നിട്ടുണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്തു 0യും 0, 5 into 0 0 ആണ്. 5 into 0 0. Then 5 into 3 15. 5 into 3 15 plus ഇതിന് ഓൾറെഡി 14 days നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആ 14 ആഡ് ചെയ്തു. സോ വി ഗെറ്റ് എന്താണ് ആൻസർ? 0യും 4 കൂട്ടുമ്പം 4 കിട്ടി. ദെൻ 1ഉം 5 കൂട്ടുമ്പം 6 കിട്ടി. 1 ആഡ് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് നമ്മൾ അതുപോലെ എഴുതി. അതുകൊണ്ട് നമുക്ക് ആൻസർ 164 ആൻസർ കിട്ടി. ക്ലിയർ? Okay, then you have to do the remaining portion. Okay, പിന്നെ മക്കളെ ഒരു കാര്യം, 1-2 പേര് എന്നോട് ഇത് പറഞ്ഞിരുന്നു, എന്താണ് ചില കണക്കുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വോയിസ് ഇട്ടിരുന്നു. മിസ് അത് കേൾക്കുകയും ചെയ്തു. പക്ഷേ മിസ്സിന് സമയം കിട്ടിയില്ല, കാരണം മിസ് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ലേറ്റ് ആകും. അങ്ങനെ നമ്മൾ മിസ്സിന് സമയം കിട്ടിയില്ല. ഇനിയിപ്പം നമുക്ക് നാളെ ക്ലാസ് ഇല്ലല്ലോ, നാളെ സൺഡേ ആണല്ലോ. പിന്നെ മൺഡേയും മിസ്സിന് ലീവുണ്ട്. ഈ 2 ദിവസം കൊണ്ട് മിസ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്തു തരാം കേട്ടോ. സമയം കിട്ടാത്തതുകൊണ്ടാണ് മിസ് കണ്ടിരുന്നു നിങ്ങളിട്ടത്, അത് ക്ലിയർ ചെയ്തു തരാത്തത്. മിസ്സിന് സമയം കിട്ടുമ്പോൾ മിസ് അത് ചെയ്തു തരാം. ഓക്കെ, സോ ഇതുണ്ട്. യു ഹാവ് ടു ഡു എക്സസൈസ് 4.2. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഈ 4.2 ചെയ്യണം. ഓക്കെ, വി ഹാവ് ഓൺലി 10 minutes ലെഫ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടേക്ക് അഡീഷൻ ഓഫ് ടൈം ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് ടൈം ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അഡീഷണൽ സബ്സ്ട്രാക്ഷനും അഡീഷണൽ സബ്സ്ട്രാക്ഷനും പിന്നെ നിങ്ങൾ നന്നായി പഠിക്കണം. പിന്നെ ആരാ കൈ ഉയർത്തിയിരുന്നല്ലോ? ആരാണ്? സിദ്ധാർത്ഥ. സെൽന, എന്തിനാ മോളെ കൈ ഉയർത്തിയത്? അൺമ്യൂട്ട് ചെയ്തേ. എക്സസൈസ് 4. convert the following into days ഇല്ലേ? യെസ്, അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ സെക്കൻഡ് വൺ വേണോ? 3 years 200 days ആണോ മോള് ചോദിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ 3 into 360 ചെയ്യണം. അതായത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ 360 ദിവസമല്ലേ? 365 ദിവസമല്ലേ? 365 ദിവസമല്ലേ? സോ 3 into 365 പ്ലസ് 200 days എഴുതണം. അപ്പം 3 into 365 നിന്നോട് ഒരു നമ്പർ നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ 200 days ഉണ്ടല്ലേ? അപ്പം എത്ര കിട്ടും? ഈ മൊത്തം കൂട്ടണം. അതായത് നമ്മൾ 3 into 365 അതിൻ്റെ ഒരു ആൻസർ കിട്ടും. ആ ആൻസറിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? 200 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഇത് കിട്ടും. ഓക്കെ, എക്സസൈസ് 4.2 2.
1295 ഡേയ്സാണ് നമുക്ക് കിട്ടുന്നത്. 0, 18, 9 ഓക്കെ 1295 ഡേയ്സ് നമുക്ക് കിട്ടും. 1295 ഡേയ്സ് നമുക്ക് കിട്ടും. ഓക്കെ ഗുഡ്. ദെൻ ഇനി നെക്സ്റ്റ് ആരാണ് ഡൗട്ടുള്ളേ? ഇനി നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പേ ഈ അഡീഷൻ ഓഫ് ടൈമും സബ്സ്ട്രാക്ഷൻ ഓഫ് ടൈമും ഒന്ന് നോക്കിയിട്ട് ക്ലാസ്സിൽ കയറണം. അത് ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. കണ്ടോ, വൈൽ റീഗ്രൂപ്പിംഗ് ഇൻ അഡീഷൻ ഓഫ് ടൈം റിമെമ്പർ ദാറ്റ് 1 minute ഈസ് ഈക്വൽ ടു 60 seconds ആൻഡ് 1 hour ഈസ് ഈക്വൽ ടു 60 minutes. ഇതാണ് ബേസിക്കാണ്. സോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മിസ് ഇപ്പോൾ പുതിയ പോർഷനിലേക്ക് പോകുന്നില്ല. ഓൺലി 5 minutes നമുക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഓക്കെ, സോ നിങ്ങൾ അതൊന്ന് വായിച്ച് തന്നെ ചെയ്താൽ തെറ്റിയാലൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്നാലും കുറച്ച് ഏതാണ്ടൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയാസ് നിങ്ങളുടെ തലയ്ക്ക് കിട്ടും. പിന്നെ മിസ് പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ? മുഹമ്മദ് ഷാനെ മനസ്സിലായില്ലേ? ഓക്കെ ഗുഡ്. ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇല്ല. ഓക്കെ, ദെൻ ഇപ്പോൾ ആരും എണീറ്റ് പോകണ്ട. കുറച്ചൊരു സമയം ബാക്കിയുണ്ട്. അവിടെ നിന്ന് പ്രോബ്ലംസ് ചെയ്തോ. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴാണ്? അടുത്ത ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴാണ്? 11:30 10:45 ഓക്കെ, ആരെങ്കിലും ഒരാളെ മിസ്സോ ഇതാണ്. ഓക്കെ, സോ കുറച്ചൊരു 5-10 മിനിറ്റ് ഇവിടെ നിന്ന് കാണാം. പ്രോബ്ലംസ് ചെയ്ത ശേഷം എണീറ്റ് പോയാൽ മതി കേട്ടോ. ഓക്കെ, അഞ്ചോ അൺമ്യൂട്ട് ചെയ്തേ. ഇപ്പോൾ 10:45 അടുത്ത ക്ലാസ് ഉണ്ടോ? സോ എന്നാൽ ലീവ് ചെയ്തോ കേട്ടോ. പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് അടുത്ത ക്ലാസ്സിൽ കയറിക്കോ. ബൈ, സീ യു. ഓക്കെ, ഒന്ന് പോയി ഫ്രഷ് ആയിക്കോ. അടുത്ത ക്ലാസ്സിൽ കയറണ്ടേ?